ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഒരു +1 സയൻസ് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് നിങ്ങൾ തമ്പുനയിലിനകത്ത് കണ്ടത്. +1 സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെല്ലാണ്, നിങ്ങളുടെ പണി പാടും എന്നുള്ള കമൻറ്റുകളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ശരിയാണോ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാവുക. മക്കളെ, ഈ കമൻറ്റുകളെല്ലാം ഇപ്പോൾ കറൻ്റ്ലി +2 പഠിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോയുടെ താഴെ ഇട്ട കമൻറ്റുകളാണ്. സോ ഈ കമൻറ്റുകളിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇതൊന്നും അവർ ചുമ്മാ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇട്ട ഒന്നല്ല, മറിച്ച് അവർക്ക് സംഭവിച്ച തെറ്റുകളാണ് അവർ അവിടെ കമൻറ്റുകളുടെ രൂപത്തിൽ പ്രകടിപ്പിച്ചത്. സോ എങ്ങനെയാണ് +1 സയൻസ് ഒരു നരകമായി മാറുന്നത്, എങ്ങനെയാണ് +1ൽ സയൻസ് എടുക്കുന്ന കുട്ടികളുടെ പണി കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സോ അതിൽ ആദ്യത്തെ പ്രശ്നം നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ ജൂൺ 24 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചതാണ്. സോ നിങ്ങളിപ്പോൾ ജസ്റ്റ് പുതിയൊരു സ്കൂളിൽ പുതിയൊരു അറ്റ്മോസ്ഫിയറിലൂടെ നിങ്ങൾ കടന്നു ചെന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഓരോ സ്കൂളുകളിലും കുറച്ചെങ്കിലും ഓരോ ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിനെയും എടുത്തു തുടങ്ങിയിട്ടുണ്ടാവാം. സോ ആ ഒരു ഡിഫറൻസും ആ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി തുടങ്ങിയെന്ന് എനിക്ക് ഉറപ്പാണ്. 10ാം ക്ലാസ് ഫിസിക്സിലെ ഓരോ ചാപ്റ്റേഴ്സും ആദ്യത്തെ ചാപ്റ്ററൊക്കെ നിങ്ങളൊന്ന് ഓർത്തെടുത്തേ മക്കളെ, എത്ര രസകരമായി നമുക്കൊരു കവിത പോലെയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു. ശരിയല്ലടാ? ആ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ +1 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പാളിയ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടാവാം. കാരണം ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ന്യൂമറിക്കൽ കൺസെപ്റ്റുകളും നമുക്ക് ഇന്നേ വരെ നമ്മൾ കേൾക്കാത്ത പല ടേംസും നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. സോ ഈ പറയുന്ന കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളത് +1ൽ സയൻസ് എടുത്താൽ പണി കിട്ടുമെന്ന്. പിന്നെ എങ്ങനെയാണ് +1 സയൻസ് ഒരു നരകമായി അവർക്ക് മാറിയത്? അതിന് പ്രധാന കാരണം ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് സ്റ്റഡി പ്ലാൻ ഇല്ലാതെ അവസാന നിമിഷം മാത്രം പഠിച്ച് പരീക്ഷയിൽ മാർക്ക് നേടാമെന്നുള്ള ചിന്താഗതിയാണ്. പലർക്കും അത് തന്നെയാണ് വലിയ പണിയിലോട്ട് മാറിയത്. കാരണം 10ാം ക്ലാസ്സിൽ പല കുട്ടികളും ഫുൾ A+ എന്ന് പറയുന്ന മികച്ച നേട്ടം കൈവരിച്ച പലരും, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല കുട്ടികളും പഠിച്ചു തുടങ്ങിയത് തന്നെ ഡിസംബർ മാസത്തെ ക്രിസ്മസ് പരീക്ഷയോടുകൂടിയാണ്. സോ അത്തരത്തിലൊരു സ്റ്റഡി പ്ലാനും അല്ലെങ്കിൽ അത്തരത്തിലൊരു മെൻറ്റാലിറ്റിയോടുകൂടി നിങ്ങൾ +1 സയൻസിനെ അപ്രോച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് വലിയ പണി തന്നെയാണ് തരാൻ പോകുന്നത്. പിന്നെ ഈ വർഷം മുതലുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, കഴിഞ്ഞ വർഷം വരെ നിങ്ങളുടെ സീനിയേഴ്സിന് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഉണ്ടായിരുന്നു. +1ലെ ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞാലും ഒരു പ്രശ്നവുമില്ലാതെ ആ കുറഞ്ഞ സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്ത് മികച്ച മാർക്ക് നേടി എന്നിട്ട് +2 ബോർഡ് എക്സാം അപ്രോച്ച് ചെയ്യാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കളെ, നിങ്ങൾക്ക് അത്തരമൊരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയില്ല. നിങ്ങൾക്ക് അത്തരമൊരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയില്ല. +1ൽ ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ആ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് +1 മാർക്ക് പിന്നീട് കൂട്ടുക എന്നുള്ളത് അപ്രാപ്യമായ ഒരു കാര്യമാണ്. സോ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് നിങ്ങളുടെ ബാച്ച് മുതൽ അത് വലിയൊരു പ്രശ്നമായി തന്നെ തീരാൻ പോവുകയാണ്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടത്? ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. തീർച്ചയായും ഒരു പ്രശ്നമാണെങ്കിൽ അതിന് തീർച്ചയായും നമ്മുടെ മുന്നിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ ആ സൊല്യൂഷൻ തേടി നിങ്ങൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അതിനാണ് നിങ്ങളുടെ സ്വന്തം സൈലം ടീച്ചേഴ്സ് ഇവിടെയുള്ളത്. അതായത് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാനോടുകൂടി, സ്ട്രക്ചേർഡായ സ്റ്റഡി ടൈം ടേബിളോടുകൂടി നമ്മൾ +1 സയൻസിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ആ ഹെൽ എന്ന് നിങ്ങളുടെ സീനിയേഴ്സ് വിളിച്ച +1 സയൻസ് നിങ്ങൾക്കൊരു ഹെവനായി തന്നെ മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാറുക തന്നെ ചെയ്യും. അതിന് സൈലം നൽകുന്ന പ്രോപ്പർ സ്റ്റഡി പ്ലാനും സ്ട്രക്ചേർഡായ സ്റ്റഡി പ്രൊസീഡിങ്സിലൂടെ നിങ്ങളൊന്ന് കടന്നു പോയാൽ മാത്രം മതി. സോ എവിടെ നിന്ന് ഞങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ കിട്ടും? എങ്ങനെ ഞങ്ങൾ +1 പഠിച്ചു തുടങ്ങണം? എങ്ങനെ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് ഞങ്ങൾ നടന്നു നീങ്ങും എന്ന സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മക്കളെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ വരുന്ന 30ാം തീയതി ഞായറാഴ്ച രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സ്വന്തം +1 ചാനലിൽ നമ്മളൊരു വലിയ ലൈവ് വെച്ചിട്ടുണ്ട്. മുഴുവൻ സൈലം ടീച്ചേഴ്സും ആ ലൈവിനകത്തുണ്ടാവും. ഇനി +1ൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ മുഴുവൻ മാർക്കും നേടാം എന്നുള്ള വ്യക്തമായ സ്റ്റഡി പ്ലാൻ അതിനകത്ത് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ എല്ലാ മക്കളും വരണം. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലുള്ള സൊല്യൂഷനും ആ പറയുന്ന ലൈവിനകത്ത് ഉണ്ടാവും. സോ ലൈവിൽ കണ്ടുമുട്ടാം.